ഇടുക്കിയിലെ റോഡിൽ അക്രമാസക്തനായി പടയപ്പ നിലയുറപ്പിക്കുന്നു. പല രാത്രി കാലങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം റോഡിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ജോസൽ സെബാസ്റ്റ്യനുണ്ട് വിശദാംശങ്ങളുമായി. ജോസൽ, പടയപ്പ മതപ്പാടിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മതപ്പാടിൽ നിൽക്കുന്ന ആനകൾ കൂടുതൽ അക്രമകാരികളാകുന്നു എന്നുള്ള ഒരു വസ്തുത കൂടെയുണ്ട്. അതിനാൽ തന്നെ പടയപ്പ റോഡിൽ നിലയുറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഞ്ചാരയോഗ്യമായ റോഡാണ്. അതിനാൽ തന്നെ ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായി തീരുന്നു. എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? വിനീഷ, വർഷങ്ങളായി മൂന്നാർ മറയൂർ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു ആനയാണ് പടയപ്പ. മൂന്നാറിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ ഉള്ള ഒരു ആനയായിരുന്നു. പക്ഷേ ഈ കുറേ കാലങ്ങളായിട്ട് ഈ പടയപ്പ ചില ആക്രമണ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ പടയപ്പയ്ക്ക് മതപ്പാട് കാണുകയും ചില ഈ KSRTC ബസ്സിന് നേരെയും മറ്റ് ചരക്ക് ലോറികൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും എല്ലാം ആക്രമണം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് പടയപ്പ മാറുന്ന സ്ഥിതി ഉണ്ടായത്. ഇതേ വർഷം ഇപ്പോൾ ഈ വർഷവും ഇപ്പോൾ പടയപ്പ വീണ്ടും മതപ്പാടിലായിരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഈ സമയത്ത് പടയപ്പ ആക്രമണ സ്വഭാവം കാണിക്കുന്നു. ഇന്നലെയും കടുകുമുടി 8 മൈൽ ഭാഗത്ത് റോഡിൽ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. തണ്ണിമത്തനുമായി പോയ ഒരു പിക്കപ്പ് തടഞ്ഞ് അതിൽ നിന്ന് തണ്ണിമത്തൻ എടുത്ത് തിന്നുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ KSRTC ബസ്സിന് നേരെ പുറകിൽ നിന്ന് പാഞ്ഞെടുത്ത് അതിനെ ആക്രമിക്കാൻ ബസ്സിലെ നേരെ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമം നടത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ടെമ്പോ ട്രാവലർ ആക്രമിക്കുകയും അതിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ പടയപ്പ ഒരു ആക്രമണ സ്വഭാവം കാണിക്കുകയാണ്. ഏതായാലും ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു 5 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. പ്രധാനമായും സഞ്ചാരികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ടീമിനെ നിയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പടയപ്പ ഇപ്പോൾ ഈ റോഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. തലയാർ 8 മൈൽ ഭാഗത്ത് റോഡിൽ നിന്ന് മാറിയാണ് പടയപ്പ നിൽക്കുന്നത്. ഈ രാത്രി കാലങ്ങളിലാണ് റോഡിലിറങ്ങി ഇത്തരത്തിൽ വരുന്നത്. ഏതായാലും സഞ്ചാരികൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. വിനുഷ.